ഓം നമ ശിവായ. ശിവമാർഗം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ തൃക്കൂർ മഹാദേവ ക്ഷേത്രത്തിലേക്കാണ്. മനോഹരമായ ഒരു ഗുഹാക്ഷേത്രമാണ് ഇത്. അതിമനോഹരമായ പ്രകൃതി ഭംഗി. പാലിയേക്കര ടോൾ മണ്ണൂത്തി ലൈനിൽ മരത്താക്കര ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് 3 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മണലി പുഴയുടെ കിഴക്കേക്കരയിൽ സമുദ്രനിരപ്പിൽ നിന്ന് 150 അടി ഉയരത്തിൽ കുന്നിൻ മുകളിലുള്ള ഈ ഗുഹാക്ഷേത്രത്തിൽ എത്താം. കുന്നപ്പള്ളി നായരാണത്രേ ക്ഷേത്രം കണ്ടെത്തിയത്. കറവ പശു വീട്ടിൽ മടങ്ങി വരാതിരുന്നപ്പോൾ നായർ ആ പശുവിനെ തേടി പുറപ്പെട്ടു. കാടായ കാടൊക്കെ തിരഞ്ഞു. അവസാനം ഒരു ഗുഹയിൽ പശുവിനെ കണ്ടെത്തി. ആ ഗുഹയാണ് ഇന്നത്തെ ക്ഷേത്രം. അതിൽ കണ്ടെത്തിയ ശിവലിംഗമാണ് ക്ഷേത്രപ്രതിഷ്ഠ. ഗുഹയിൽ നിന്ന് ദിവ്യ തേജസ് പ്രോജ്വലിക്കുന്നത് കണ്ട് നായർ അത്ഭുതപ്പെട്ടു. എന്തു വേണം? ഉടനെ കാരേക്കാട്ട് തിരുമേനിയെയും പെരുമ്പടപ്പ് വൈദികനെയും പാലിയത്തച്ഛനെയും വിവരമറിയിച്ചു. എല്ലാവരും എത്തി. ദേവപ്രശ്നം വെച്ചു. ദേവസാന്നിധ്യം അറിഞ്ഞു. പൂജയും നിവേദ്യവും നിർമ്മാണ പ്രവർത്തനങ്ങളും ആരംഭിച്ചു. പാലിയത്തച്ഛൻ്റെ നേതൃത്വത്തിൽ ക്ഷേത്രം ഉയർന്നു. അഗ്നിദേവൻ പ്രതിഷ്ഠിച്ചതാണ് ഈ ക്ഷേത്രം എന്ന് വിശ്വസിക്കുമ്പോഴും പരശുരാമ പ്രതിഷ്ഠയാണെന്നും പറയപ്പെടുന്നു. വലിയ ബലിക്കല്ലും കൊടിമരവും നടപ്പന്തലും എല്ലാം ഗുഹയ്ക്ക് താഴെ കിഴക്കു ഭാഗത്താണ്. അഗ്നിസ്വരൂപനായ ശിവൻ കിഴക്കോട്ട് ദർശനമായി കുടികൊള്ളുന്ന ഈ ക്ഷേത്രത്തിൽ പക്ഷി ശ്രീകോവിലിന്റെ നട വടക്കോട്ടാണ്. ഇത് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ്. നിത്യേന 5 പൂജയും ശീവേലിയുമുണ്ട്. രാവിലെ 5 മണിക്ക് നട തുറന്ന് 12 മണിവരെയും വൈകുന്നേരം 5 മണി മുതൽ 8 മണി വരെയും. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത, ദീപാരാധനയ്ക്ക് നടയടയ്ക്കാറില്ല. ഇവിടുത്തെ ശിവലിംഗം അഗ്നിലിംഗമായതിനാൽ ഭഗവാന്റെ ശീവേലിക്ക് മഴക്കാറുള്ളപ്പോഴും വർഷകാലത്തും ഭഗവത് വിഗ്രഹം പുറത്തേക്ക് എഴുന്നള്ളിക്കാറില്ല. ശിവനോടൊപ്പം പാർവതീദേവിയുമുണ്ട്. ഉപദേവതകൾ ഗണപതി, ശാസ്താവ്, വരാഹമൂർത്തി, ഭദ്രകാളി, ദുർഗ, ചാമുണ്ഡി, അന്തിമഹാകാളൻ, സപ്തമാതൃക്കൾ, നാഗദൈവങ്ങൾ. ഇവിടുത്തെ പ്രധാന വഴിപാട് കയർ സമർപ്പണവും കയറുകൊണ്ടുള്ള തുലാഭാരവുമാണ്. ഇത് ശ്വാസം മുട്ടലിന് ശമനം വരുത്തുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. പാറയുടെ മുകളിലായി ഗംഗാദേവിയുടെ സങ്കല്പത്തിൽ ഒരു തീർത്ഥക്കിണറുണ്ട്. ഇതിലെ ജലം ഏതു വേനലിലും വറ്റാറില്ലത്രേ. മകരമാസത്തിൽ തിരുവാതിര നാളിൽ മണലിപ്പുഴയിൽ ആറാട്ടോടുകൂടി സമാപിക്കുന്ന 8 ദിവസത്തെ ഉത്സവം. കുംഭമാസത്തിൽ ശിവരാത്രി, ധനുമാസത്തിൽ തിരുവാതിര, തുലാമാസത്തിൽ തിരുവാതിര നാളിലെ കളഭാഭിഷേകം, കന്നിമാസത്തിൽ നവരാത്രി എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷങ്ങൾ.
ക്ഷേത്രം പാലിയത്ത് വകയാണ്. നാട്ടുകാരുടെ ഒരു ട്രസ്റ്റുമുണ്ട്. നിത്യനിദാന ചടങ്ങുകൾ ഭംഗിയായി നടക്കുന്നു. പ്രധാന ക്ഷേത്രത്തിന് താഴെ പുഴയുടെ തീരം ചേർന്ന് തൃക്കൂർ ശ്രീ പറയങ്കാവ് ഭഗവതി ക്ഷേത്രവുമുണ്ട്.